വീഡിയോ സത്യം പറഞ്ഞ ലോക്കൽ വീഡിയോ ആണ്. അതാണ് നിങ്ങളെ സംശയത്തിന് പ്രധാന കാരണം. കുറച്ചും കൂടെ വൈകാരികമായിട്ട് ചെയ്തില്ല. പെരുന്നാളിൻ്റെ അന്ന് നിങ്ങൾ ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഹായ് മക്കളെ, ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ എല്ലാ ചാനലുകളും റിക്കവർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റാ പേജൊക്കെ ബേസിക്കലി ഇതൊക്കെ മാനേജ് ചെയ്ത് നമ്മളെ പാരന്റ് മെയിൽ ID നമുക്ക് ഹാക്ക് ചെയ്യപ്പെടാൻ നമുക്ക് തിരിച്ചു കിട്ടിയതാണ്. പക്ഷേ ഇതിൽ മറ്റൊരു പാർട്ടും കൂടെ, ആ ഒരു കാര്യം പറയുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ. അതായത് ഭൂരിഭാഗം ആൾക്കാർ വിശ്വസിക്കില്ല. എല്ലാവരും പറയുന്നത് നിങ്ങളുടെ നാടകമല്ലേ, നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളതെന്നൊക്കെയാണ്. ഇന്നിപ്പം പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം പറയാം, എടാ ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ ആകെ പേടിച്ചു പോയി, പിന്നെ വൈഫിനോട് പറഞ്ഞു, ഓള് പറയണം ഇതൊക്കെ ഓരോ നാടകമായിരിക്കും. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യാം, ഞങ്ങൾ യൂട്യൂബ് നമ്മളെ മെയിൽ കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ ഇവിടെ സ്ക്രീൻഷോട്ട് അല്ല, മെയിൽ അതേപോലെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും കാണാനൊക്കെ പറ്റും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് ഈ ഡേറ്റ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. 31-ാം തീയതി രാത്രി 10 മണി. 31-ാം തീയതി പറഞ്ഞാൽ പെരുന്നാളാണ്. അതായത് പെരുന്നാളിൻ്റെ അന്ന് പുലർച്ചെയാണ് നമ്മുടെ പാസ്വേഡ് മാറ്റിയത്. ഞാൻ പെരുന്നാളിൻ്റെ അന്ന് ഹോൾ കമ്പനി ഓഫ് ആയതുകൊണ്ടും നമ്മൾ ആരും യൂട്യൂബിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്തതുകൊണ്ടാണ് നമ്മളൊരു വൈകുന്നേരം ആകുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് ആക്സസ് നഷ്ടപ്പെട്ടു. എന്തോ ഒരു വീഡിയോൻ്റെ എന്തോ ഡാറ്റ ഞാൻ നോക്കുമ്പോഴാണ് ഞാൻ സൈൻ ഔട്ട് ആയത് കാണുന്നത്. അപ്പം അതായത് ആ ഒരു സമയമുണ്ടല്ലോ, ഒരു 5-10 മണിക്കൂർ, ആ 10 മണിക്കൂറിൽ ഇവർ റിക്കവർ മെയിലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് ഇത് കത്തിക്കണ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വൈകാരികമായിട്ട് ചെയ്തില്ല. പെരുന്നാളിൻ്റെ അന്ന് നിങ്ങൾ ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിൻ്റെ കുറച്ചുകൂടി നമ്മളതൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിൻ്റെ യൂട്യൂബിലുള്ള ഒരു ഫോം ഫില്ല് ചെയ്തപ്പോഴാണ് അവർ ഫസ്റ്റ് എന്ത് താങ്ക് യു ഫോർ കോൺടാക്ടിങ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചെയ്തത്. ആൻഡ് പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ കുറച്ച് സ്പീഡിൽ ഇത് നീക്കും. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അല്ല ഇത് ഫേക്ക് ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതി. വെറുതെ എല്ലാവരും ഇതൊക്കെ വായിച്ച് സമയം കളയണ്ടാവും. അതിനുശേഷം എന്താണ്, ഞങ്ങൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നമ്മളിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അതേപോലെ തന്നെ നമ്മളാണെന്ന് അറിയിക്കാൻ, അല്ല ഹാക്ക് ചെയ്യപ്പെട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്നുള്ള സാധനങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട്സൊക്കെ അയച്ചു കൊടുത്തു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് എന്താണ്, 1-ാം തീയതി അന്നൊന്നും ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, പെരുന്നാപ്പിറ്റ് ഞങ്ങൾ 2-ാം തീയതി നിങ്ങളോട് പറഞ്ഞു. 1-ാം തീയതി രാത്രി 8 മണിക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ വീണ്ടും കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്ത് നോക്കി. അപ്പം എന്നിട്ട് നമ്മളെന്താ, നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയതും സാധനങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവരോട് നമ്മളെ രജിസ്ട്രേഷൻ, ഗവൺമെൻറ് രജിസ്ട്രേഷൻ, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റൊക്കെ നമ്മളതിലിട്ടു. അങ്ങനെ എന്താണ്, 2-ാം തീയതി അവരെ റെസ്പോൺസ് വന്നിട്ടുണ്ട്, നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പ്ലീസ് വാച്ച് ഔട്ട് ഫോർ ദെയർ ഇമെയിൽ, ഐ വിൽ മോണിറ്റർ ദ കേസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ തന്നു. 3-ാം തീയതി ഈ 2-ാം തീയതി ആണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് അക്കൗണ്ട് ഹാക്ക്. 31-ാം തീയതി ഉള്ള സാധനം 2-ാം തീയതി ആദ്യമായിട്ട് അക്കൗണ്ട് ഹാക്ക് ചെയ്തുമാണ് ഈ ചാനലിൽ വീഡിയോ വന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഹാക്ക് ചെയ്യപ്പെട്ട കുറേ യൂട്യൂബ് ചാനൽ അവർ വീഡിയോ പോയി. ആൻഡ് ആ വീഡിയോ വലിയ കുഴപ്പം, ആ വീഡിയോ സത്യം പറഞ്ഞ ലോക്കൽ വീഡിയോ ആണ്. അതാണ് നിങ്ങളെ സംശയത്തിന് പ്രധാന കാരണം. ഒരു ഹാക്കേഴ്സ് ഒന്നും ചെയ്യുന്ന വീഡിയോ ആയിട്ടില്ല അത്. ആൻഡ് അപ്പം നമ്മളെ വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലാണ്. അതിലൊരു മോശം വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എച്ചുപോട്ടാണ് ചെയ്തതെന്ന് കുറച്ച് ആൾക്കാരെ തെറ്റിയിരിക്കുക. അങ്ങനെ ഒരു സാധനം ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ആൻഡ് സ്റ്റിൽ നമ്മൾ എന്തായിരുന്നു, യൂട്യൂബായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 3-ാം തീയതി വൈകുന്നേരത്തോടു കൂടി എന്താണ്, അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാസ്വേഡ് റീസെറ്റ് മെയിൽ എൻ്റെ പേഴ്സണൽ മെയിലിലേക്ക്, കാരണം അതാണ് എൻ്റെ റിക്കവർ മെയിലായിട്ട് കൊടുത്തത്. നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്തതിന് 3-ാം തീയതി 5:30 നമ്മൾ ഞങ്ങൾക്ക് ആക്സസ് കിട്ടിയതിന് ശേഷം അവർ വീണ്ടും മെയിൽ അയച്ചു. ഒരു 7 മണിയോടുകൂടി നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ആക്സസ് കിട്ടിയെന്നൊന്നും നിങ്ങൾ കരുതണ്ട. കാരണം എന്താ, ഇത് നിങ്ങൾ തന്നെയാണ് ഉറപ്പിക്കാൻ. നമ്മൾ ഇൻറ്റേർണൽ ടീം കുറച്ച് ചെക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇതിന് മുന്നേ ഹാക്ക് ചെയ്ത ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ ഒരു 24 hours കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തു പറഞ്ഞു. ആ 24 hours വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്ത് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇടുന്നത്, അല്ല ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ശരിക്ക് പ്രൊമോഷൻ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മിനിമം ഒരു 5 വീഡിയോ എങ്കിലും ചെയ്യായിരുന്നു. അത് 1-ാമത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുന്നാളിൻ്റെ ആ വൈകാരികമായിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ ചാനൽ അങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇതിനെ പോരാടും എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് 31-ാം തീയതി അത് ചെയ്യുന്നു. 1-ാം തീയതി ഒരു അപ്ഡേറ്റ് ഞങ്ങൾ ഗൂഗിളായിട്ട് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. 2-ാം തീയതി എന്താണ്, നമ്മളെ മുഴുവൻ ഫാക്കൽറ്റീസൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഒരു ഭയങ്കര സെൻറ്റിമെൻ്റൽ വികാര നിർഭരമായിട്ടുള്ള ഒരു സാധനം ചെയ്യായിരുന്നു. അതിനെന്തായാലും കുറേ വ്യൂ ലൈക്ക് കിട്ടാറില്ല, കട്ട സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് അതിൻ്റെ കൂടെ എന്താണ്, ഒരു യുഗത്തിൻ്റെ അവസാനം നമ്മൾ അത്രയും കുട്ടികളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സാധനങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ 3-ാം തീയതി ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പാസ്വേഡൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഒരു അപ്ഡേറ്റും. 4-ാം തീയതി ഇന്ന് ഈ ഒരു വീഡിയോ കൂടെ ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ 2 വീഡിയോ ചെയ്യാം. ഒന്ന് സാധനം പോയിട്ടുണ്ട്, അതും ചെയ്യാൻ നിർബന്ധിതരായതാണ് വീഡിയോസ് ഇതിൽ പോയപ്പോൾ. ആൻഡ് അതേപോലെ തന്നെ സാധനം തിരിച്ച് കിട്ടിയിട്ട് എന്നുള്ള സാധനമേ ചെയ്തിട്ടുള്ളൂ. ആൻഡ് എനിക്ക് സീരിയസ്ലി അറിയില്ല കേട്ടോ ഇതൊരു പ്രൊമോഷനാക്കി നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഉമ്മ എന്നോട് ആദ്യം വിളിച്ചിട്ടാ ഇക്കുറി നിങ്ങൾക്ക് കുട്ടികളൊന്നും ചേരൂല, കാരണം എന്താ കുട്ടികളൊക്കെ പോയിട്ട് നിങ്ങൾ ഫുൾ ഹാക്ക് ചെയ്തപ്പെട്ടു എന്ന് പറയാം. അതാണ് ഒരു പാരൻസിൻ്റെ ഒക്കെ ജനറൽ മൈൻഡ് സെറ്റ് എന്നാണ് ഇത് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രശ്നം പറ്റിയ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒന്ന് കുറേ ആൾക്കാരുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, തിരിച്ചിട്ട് അതൊരു നോർമൽ പ്രോസസ്, ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. രണ്ടാമത്തെ ആ ചങ്ങായികളിട്ട വീഡിയോ ആണ്, ഒരു ലോക്കൽ വീഡിയോ ആയിപ്പോയി. ഓക്കെ. ആൻഡ് അടുത്തൊരു പാർട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്താ പറയുക, ഈ ഹാക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു വൈറ്റ് മോമോ ഇട്ടിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ റിക്കവറി മൊബൈൽ നമ്പർ കൊടുത്തത് ഒരു ഇന്ത്യൻ നമ്പറാണ്, 069 അവസാനിക്കുന്നതാണ്. നമ്മളത് സൈബർ സെല്ലുമായിട്ട് കോൺടാക്ട് ആ നമ്പർ കിട്ടുമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇതൊരു റഷ്യൻ ഹാക്കേഴ്സ് എന്നല്ല, കാരണം നമ്മളെ പാസ്വേഡ് ഈ ഒത്തിരി യൂട്യൂബ് ചാനലുണ്ട്, ഒത്തിരി സ്റ്റുഡിയോ കോംപ്ലക്സ് ഉണ്ട്. ഞങ്ങൾക്ക് തന്നെ 4 സ്റ്റുഡിയോ കോംപ്ലക്സ് ഉണ്ട്. അവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്, ഈ മെയിൽ ഐ ഡി കുറേ ആൾ എത്തുന്നുണ്ട്. ആരോടെങ്കിലും എന്താണ് വേറെ ആൾ ലോഗിൻ ചെയ്യുമ്പോൾ യെസ് കൊടുത്തു, അതെങ്ങനെ ആയിരിക്കാം. അപ്പം അങ്ങനെ ഒരു സാധനമാണ് ഇതിൽ സംഭവിച്ചത്. ആൻഡ് ആ വീഡിയോൻ്റെ ക്വാളിറ്റിയും കൂടെ കുറവായതുകൊണ്ട് കൂടുതൽ നിങ്ങൾ സംശയിച്ചിട്ടുണ്ടാകും. നമുക്കൊന്നും ചെയ്യാനല്ല. ഇനി ആരെങ്കിലുമൊക്കെ ഹാക്ക് ചെയ്യണമെങ്കിൽ 100% ഇനി ഹാക്ക് ചെയ്യപ്പെടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. നമ്മൾ തടയാൻ നോക്കും, അവർ വീണ്ടും പൊട്ടിക്കും. അതാണ് സംഭവിക്കുക. ചെയ്യണം, കുറച്ച് സ്റ്റാൻഡേർഡ് വീഡിയോ ഒക്കെ ചെയ്യണം. ആൻഡ് ലാസ്റ്റ് ഒരിക്കൽ കൂടെ നിന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാരെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും അവരോടൊക്കെ താങ്ക്സ്, സപ്പോർട്ട്. എന്താണ് ഇത്രയും കാലം എഡ്യൂപോർട്ട് നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്ത് അത് തന്നെ നമ്മൾ ഇനിയും ചെയ്യും. പിന്നെ കുറച്ച് ആൾക്കാർ ഇത് സാറെ പേഴ്സണൽ ചാനൽ കൂട്ടാനുള്ള ഒരു പരിപാടിയല്ലെന്ന് വെച്ചാൽ, അവിടെ ആകെ ഒരു 1000 സബ്സ്ക്രൈബറാണ് ഇതുമായി കൂടിയിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഈ പേഴ്സണൽ ചാനൽ തുടങ്ങിയത് നിങ്ങളതിൻ്റെ ഇതിൽ കാണാൻ പറ്റും, ബാനറിൽ കാണാൻ പറ്റും, ടു ഹെൽപ്പ് അതേഴ്സ് ടു ലിവ് എ ലൈഫ് വിത്തൗട്ട് റിഗ്രറ്റ്സ് ആണ്. നഷ്ടബോധങ്ങളില്ലാതെ ഒരു ജീവിതം, കുറ്റബോധങ്ങളില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല കണ്ടന്റ് വന്നിട്ട് എന്തായാലും എന്ത് ചെയ്യും, ചാനൽ കയറും. നമ്മളങ്ങനെയല്ല ഇതുവരെ എത്തിയത്. സോ അങ്ങനത്തെ ഒരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടെ നിന്നതിന് നന്ദി. അപ്പോൾ എന്താണ്, എല്ലാ ചാനലും ചറ പറഞ്ഞ് വീഡിയോ വന്നുകൊണ്ടിരിക്കും. ശരി.